ഇംഗ്ലീഷ് ഫോണറ്റിക് സ്ക്രിപ്റ്റിലെ ഓരോ ലെറ്റേഴ്സും ശരിയായി ഉച്ചരിക്കേണ്ടത് എങ്ങനെയെന്ന് ശാസ്ത്രീയമായി നമുക്ക് പഠിക്കാം. ഓരോ ശബ്ദത്തിൻ്റെയും ശരിയായ ഉച്ചാരണം മനസ്സിലാക്കുവാൻ നാം രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. രണ്ട്, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. നാം ഓർഗൻസ് ഓഫ് സ്പീച്ച് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിരുന്നു. ഈ പറഞ്ഞ ഓർഗൻസ് ഓഫ് സ്പീച്ചിൽ ഏതൊക്കെ ഭാഗമാണ് ഉച്ചാരണത്തിനായി ഉപയോഗിക്കുന്നത് അതാണ് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. അതായത് ഫ എന്ന ശബ്ദം നോക്കൂ. അപ്പർ ലിപ്പും ലോവർ ലിപ്പും ഉപയോഗിച്ചാണ് ഈ സൗണ്ട് ഉച്ചരിക്കുന്നത്. രണ്ടാമതായി മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാണ് വായു കടന്നു പോകുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഫ എന്ന ശബ്ദം തന്നെ നോക്കാം. എയർ ഒന്ന് കംപ്രസ് ചെയ്ത് പെട്ടെന്ന് ഒരു സഡൻ റിലീസ് ചെയ്യുമ്പോഴാണ് ഈ ശബ്ദം ഉച്ചരിക്കുവാൻ കഴിയുന്നത്. ഈ സെഗ്മെൻറ്റിൽ അവസാനമായി ഓരോ ശബ്ദത്തെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ടത് വോയിസ്ഡ് ആണോ വോയിസ്ലെസ് ആണോ എന്നാണ്. ഫ എന്ന ശബ്ദം വോയിസ്ലെസ് ആണ്. കാരണം ഈ ശബ്ദം ഉച്ചരിക്കുമ്പോൾ വോക്കൽ കോഡ്സ് ഇനാക്റ്റീവ് ആയിരിക്കും. എന്നാൽ ബ എന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ വോക്കൽ കോഡ്സ് അടുത്ത് വന്ന് കടന്നു പോകുന്ന എയറിൽ ഫ്രിക്ഷൻ സൃഷ്ടിക്കുകയും ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ ബ എന്ന ശബ്ദം ഒരു വോയിസ്ഡ് സൗണ്ടാണ്. ഈ വീഡിയോയിൽ ഓരോ കോൺസണൻസിൻ്റെയും പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ആൻഡ് വോയിസ്ഡ് അല്ലെങ്കിൽ വോയിസ്ലെസ് എന്നീ കാര്യങ്ങൾ ഏറ്റവും ലഘുവായി പഠിക്കുവാൻ പോവുകയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് സീരീസിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡെയിലി വീഡിയോ ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ കോൺസണൻസിൻ്റെ ഉച്ചാരണം നമുക്ക് പഠിക്കാം. ഒന്നാമതായി ഫ. ബൈലേബിയൽ, പ്ലോസീവ്, വോയിസ്ലെസ്. ബൈലേബിയൽ അപ്പർ ലിപ്പും ലോവർ ലിപ്പും ചേർന്ന് വരുന്നു. പ്ലോസീവ് എയർ വന്ന് കംപ്രസ് ചെയ്ത് ലിപ്സ് ഓപ്പൺ ആകുമ്പോൾ സഡൻ റിലീസ് ചെയ്യുന്നു. വോയിസ്ലെസ് ജസ്റ്റ് എയർ പാസിംഗ് ഉള്ളൂ, വോയിസ് ഉണ്ടാകുന്നില്ല. ഉദാഹരണം ഫിറ്റ്, ഫിറ്റ്. അടുത്തതായി ബ. ബൈലേബിയൽ, പ്ലോസീവ്, വോയിസ്ഡ്. ബൈലേബിയൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബോത്ത് ലിപ്സ് കം ടുഗദർ. പ്ലോസീവ് air become compressed and released at a moment. Then voiced, friction in vocal cords make voice. For example, bit, bit. അടുത്ത സൗണ്ട് ട്. അൽവിയോള, പ്ലോസീവ്, വോയിസ്ലെസ്. അൽവിയോള എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുൻഭാഗം, ടിപ്പ് ഓഫ് ദി ടങ്, അൽവിയോള റിഡ്ജ് അല്ലെങ്കിൽ ടീത്ത് റിഡ്ജുമായി ചേർന്ന് വരുന്നു. പ്ലോസീവ് എയർ കംപ്രസ് ചെയ്തിട്ട് സഡൻ റിലീസ് ചെയ്യുന്നു. ഈ സൗണ്ട് വോയിസ്ലെസ് ആണ്. ഉദാഹരണം ടിപ്പ്, ടിപ്പ്. അടുത്തത് ഡ, ഡ. അൽവിയോള, പ്ലോസീവ്, വോയിസ്ഡ്. അൽവിയോള, ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് ടീത്ത് റിഡ്ജ് കം ടുഗദർ. Plosive releasing the compressed air, voiced sound ആണ്. ഫോർ എക്സാമ്പിൾ ഡിക്ക്. അടുത്തത് ക. വേലാർ, പ്ലോസീവ്, വോയിസ്ലെസ്. വേലാർ എന്ന് പറഞ്ഞാൽ ബാക്ക് ഓഫ് ദി ടങ്. ബാക്ക് ഓഫ് ദി ടങ്ങും സോഫ്റ്റ് പലറ്റ് ഓർ വേലവും അല്ലെങ്കിൽ ടീത്ത് റിഡ്ജിന് പിന്നിലുള്ള ഭാഗവും ആണ് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. Plosive complete closure and sudden release, voiceless sound ആണ്. ഫോർ എക്സാമ്പിൾ കിറ്റ്. അടുത്തത് ഗ. വേലാർ, പ്ലോസീവ്, വോയിസ്ഡ്. വേലാർ ബാക്ക് ഓഫ് ദി ടങ് ആൻഡ് സോഫ്റ്റ് പലറ്റ് ആർ ഇൻവോൾവ്ഡ്. പ്ലോസീവ് കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസ്, വോയിസ്ഡ് സൗണ്ട് ആണ്. അടുത്തത് ലേബിയോഡെൻഡൽ, ഫ്രിക്കേറ്റീവ്, വോയിസ്ലെസ്. ലേബിയോഡെൻഡൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിപ്പും അപ്പർ റോ ഓഫ് ടീത്തുമാണ് ഉച്ചാരണത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഫ്രിക്കേറ്റീവ് അതായത് ലോവർ ലിപ്പും അപ്പർ റോ ഓഫ് ടീത്തും
അടുത്തു വരുന്നു. അവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള നാരോ സ്പേസിലൂടെ എയർ കടന്നു പോകുന്നു. വോയിസ്ലെസ് സൗണ്ടാണിത്. ഫോർ എക്സാമ്പിൾ ഫിറ്റ്. അടുത്തത് വ വ. ലേബിയോഡെന്റൽ, ഫ്രിക്കേറ്റീവ്, വോയിസ്ഡ്. ലേബിയോഡെന്റൽ, ലോവർ ലിപ്പ് ആൻഡ് അപ്പർ ഫ്രണ്ട് ഓഫ് ടീത്ത് involved. Fricative. The articulatives are brought so close together that the air passes through the narrow space between them. ഇതൊരു വോയിസ്ഡ് സൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ വൈൻ. അടുത്ത ശബ്ദം സ്. ഡെന്റൽ, ഫ്രിക്കേറ്റീവ്, വോയിസ്ലെസ്. ഡെന്റൽ എന്ന് പറഞ്ഞാൽ ടിപ്പ് ഓഫ് ദി ടങ്, അപ്പർ റോ ഓഫ് ടീത്ത് എന്നിവയാണ് ഇൻവോൾവ് ആകുന്നത്. ഫ്രിക്കേറ്റീവ്, എയർ പാസസ് ത്രൂ ദി നാരോ സ്പേസ് ബിറ്റ്വീൻ ദം. ഇതൊരു വോയിസ്ലെസ് സൗണ്ടാണ്. എക്സാമ്പിൾ തിൻ. നാം പലപ്പോഴും ഈ സൗണ്ട് പ്ലോസീവായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതായത് th എന്ന് പറയാറുണ്ട്. എന്നാൽ ഫ്രിക്കേറ്റീവായിട്ടാണ് ശരിയായി ഉച്ചരിക്കേണ്ടത്. അതായത് എയർ പാസസ് ത്രൂ ദി നാരോ സ്പേസ്. എയർ കംപ്രസ് ചെയ്ത് സഡൻ റിലീസ് ചെയ്യുന്നതല്ല, എന്നാൽ ഇതിന് ശരിയായി ഉച്ചരിക്കേണ്ടത് എയർ പാസസ് ത്രൂ ദി നാരോ സ്പേസ്. മെത്തേഡ്, മെത്തേഡ്, തിൻ. അടുത്ത ശബ്ദം ദ. ഡെന്റൽ, ഫ്രിക്കേറ്റീവ്. ഡെന്റൽ, ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് അപ്പർ റോ ഓഫ് ടീത്ത് ആർ ഇൻവോൾവ്. ഫ്രിക്കേറ്റീവ്, എയർ പാസസ് ത്രൂ ദി നാരോ സ്പേസ് ബിറ്റ്വീൻ ദ. വോയിസ്ഡ് സൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ദീസ്, ദീസ്. അടുത്ത ശബ്ദം അൽവിയോള, ഫ്രിക്കേറ്റീവ്, വോയിസ്ലെസ്. അൽവിയോള, ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് ടീത്ത് റിച്ച്. ഫ്രിക്കേറ്റീവ്, എയർ പാസസ് ത്രൂ ദി നാരോ സ്പേസ് ബിറ്റ്വീൻ ദം. വോയിസ്ലെസ് സൗണ്ട് ആണ്. എക്സാമ്പിൾ സിറ്റ്, സിറ്റ്. അടുത്തത് z. അൽവിയോള, ഫ്രിക്കേറ്റീവ്, വോയിസ്ഡ്. അൽവിയോള, ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് ടീത്ത് റിച്ച് ആർ ഇൻവോൾവ്ഡ്. ഫ്രിക്കേറ്റീവ്, എയർ പാസസ് ത്രൂ ദി നാരോ സ്പേസ് ബിറ്റ്വീൻ ദം. വോയിസ്ഡ് സൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ സൂ, സൂ. എന്ന സൗണ്ട് ഉച്ചരിക്കുമ്പോൾ എയർ പാസ് ചെയ്യുന്ന ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ. എന്നാൽ എന്ന സൗണ്ട് ഉച്ചരിക്കുമ്പോൾ വോക്കൽ കോഡ്സിൽ നിന്ന് ശബ്ദമുണ്ടാകും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ശബ്ദം പെലറ്റോ അൽവിയോള, ഫ്രിക്കേറ്റീവ്, വോയിസ്ലെസ്. പെലറ്റോ അൽവിയോള, ടിപ്പ് ഓഫ് ദി ടങ് and teeth rich are involved. Fricative, air passes through the narrow space between them. Voiceless sound ആണ്. എക്സാമ്പിൾ ഷിപ്പ്. അടുത്തത് പെലറ്റോ അൽവിയോള, ഫ്രിക്കേറ്റീവ്, വോയിസ്ഡ്. പെലറ്റോ അൽവിയോള, ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് ടീത്ത് റിച്ച് ആർ ഇൻവോൾവ്ഡ്. ഫ്രിക്കേറ്റീവ്, എയർ പാസസ് ത്രൂ ദി നാരോ സ്പേസ് ബിറ്റ്വീൻ ദം. വോയിസ്ഡ് സൗണ്ട് ആണ്. എക്സാമ്പിൾ പ്ലഷർ, പ്ലഷർ, മെഷർ. അടുത്തത് ഗ്ലോട്ടൽ, ഫ്രിക്കേറ്റീവ്, വോയിസ്ലെസ്. ഗ്ലോട്ടൽ, വോക്കൽ കോഡ്സ് ആർ ആർട്ടിക്കുലേറ്റേഴ്സ്. ഗ്ലോട്ടിസ് ഉപയോഗിച്ചാണ് ഉച്ചരിക്കുന്നത്. ഫ്രിക്കേറ്റീവ്, എയർ പാസസ് ത്രൂ ദി നാരോ സ്പേസ് ബിറ്റ്വീൻ ദം. വോയിസ്ലെസ് സൗണ്ട് ആണ്. എക്സാമ്പിൾ ഹാറ്റ്. അടുത്ത സൗണ്ട് പെലറ്റോ അൽവിയോള, ഫ്രിക്കേറ്റ്, വോയിസ്ലെസ്. പെലറ്റോ അൽവിയോള, tip of the tongue and teeth which are involved. Affricate, beginning as a plosive and end as fricative. Compress the air, release air gradually with a friction. പ്ലോസീവിൽ നാം സഡൻ റിലീസാണ് ചെയ്യുന്നത്. എന്നാൽ പ്ലോസീവിൽ ഉള്ളതുപോലെ തന്നെ എയർ കംപ്രസ് ചെയ്തതിന് ശേഷം ഗ്രാജുവലായിട്ട്, സ്ലോ ആയിട്ട് എയർ റിലീസ് ചെയ്യുന്നു വിത്ത് എ ഫ്രിക്ഷൻ. വോയിസ്ലെസ് സൗണ്ടാണിത്. എക്സാമ്പിൾ ചിൻ, ചിൻ. അടുത്തത് ജ്, ജ്. പെലറ്റോ അൽവിയോള, അഫ്രിക്കേറ്റ്, വോയിസ്ഡ്. പെലറ്റോ അൽവിയോള, ടിപ്പ് ഓഫ് ദി ടങ് ആൻഡ് ടീത്ത് which are involved. Affricate, compress the air and release gradually with a friction. Voiced sound ആണ്. എക്സാമ്പിൾ jerk, jerk. അടുത്ത സൗണ്ട് ബൈലേബിയൽ, nasal, voiced. Bilabial, both lips are involved. Nasal, soft palate താഴേക്ക് വരികയും എയർ നോസിൽ കൂടി പാസ് ചെയ്യുകയും ചെയ്യുന്നു. എക്സാമ്പിൾ മീറ്റ്. അടുത്തത്
alveolar, nasal, voiced. Alveolar, tip of the tongue and teeth ridge are involved. Nasal, soft palate kept lowered. Airstream passes through the nose. The sound is voiced. For example, neat, neat. Next sound, ng, ng. Velar, nasal, voiced. Velar, back of the tongue, soft palate are involved. Nasal, air passes through the nose. Voiced sound ആണ് ring, ing, ring, sing, king. അടുത്തത് palatal, semi-vowel, voiced. Palatal, front of the tongue and hard palate are involved. Semi-vowel, speech organs glide from one vowel position to another. Air escape without friction. The voiced sound ആണ് example yet, young. അടുത്ത ശബ്ദം bilabial, semi-vowel, voiced. Bilabial, both lips are involved. Semi-vowel, speech organs glide from one position to another. Air escape without friction. Voiced sound ആണ് example weak, weak. അടുത്തത് palato-alveolar, frictionless continuum, voiced. Palato-alveolar, blade of the tongue and teeth ridge are involved. Frictionless continuum, both articulate brought near each other even they produce friction. It is not audible. Voiced. Voiced sound ആണ് example reap, reap. അടുത്ത കോൺസണൻസിൽ അവസാനത്തെ ശബ്ദം alveolar, lateral, voiced. Alveolar, tip of the tongue and teeth which are involved. Lateral, tip of the tongue makes firm contact with the teeth ridge and air passes through the sides of the tongue. Tip of the tongue teeth ridgeൽ കോണ്ടാക്ട് ചെയ്യുകയും ഇതേ സമയം ടങ്കിൻ്റെ ഇരുവശങ്ങളിലൂടെയുമായി എയർ പാസ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ ശബ്ദം ഉച്ചരിക്കുന്നത്. ഇതൊരു വോയിസ് സൗണ്ടാണ്. എക്സാമ്പിൾ ലീപ്പ്. അപ്പോൾ 24 കോൺസണന്റ് സൗണ്ട്സ് ഉച്ചരിക്കുവാൻ നിങ്ങൾ പഠിച്ചു. ഇത് ഒന്നിലധികം പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. നാം ഈ ഉച്ചാരണങ്ങൾ പഠിക്കുന്നത് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്താണ്. അടുത്ത വീഡിയോയിലൂടെ വവൽസിൻ്റെയും ഡിഫ്തോങ്സിൻ്റെയും ഉച്ചാരണങ്ങൾ പഠിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് സീരീസിൻ്റെ നിരന്തരമായ വീഡിയോസ് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രാവീണ്യം നേടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക.